സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മൾ മുരുകൻ്റെ സീരീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മുരുകൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്. ഇത് ഞാൻ ഒരു പടം റെഫറൻസ് നോക്കിയിട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മുരുകൻ. അപ്പോൾ ഞാനത് കുറച്ച് ഇംപ്രവൈസേഷൻ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്തു. ലൈക്ക് ഒരു ഹില്ലിൻ്റെ മുകളിൽ കുട്ടി ഇരിക്കുകയാണ്, അങ്ങനെ നോക്കിയിരുന്ന് സ്കൈ അബവ് മുരുകൻ നോക്കിയിരിക്കുക. അത് ഡിഫറെൻറ്റ് ഒരു ഫേസും ഡിഫറെൻ്റ് ഒരു രീതിയിലാണ് ഈ മുരുകൻ്റെ ഒരു ഇമേജ് ഇലസ്ട്രേഷൻ എന്ന് പറയുമ്പം. അപ്പോൾ ആദ്യം കളർ സ്വാച്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ ഷെയ്ഡിങ് ചെയ്തു. അപ്പോൾ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിരിക്കണേ ആ കളറും ടോണും ഷെയ്ഡിങ്ങുമാണ് പ്രത്യേകമായിട്ട് ഞാൻ ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് പൂമാലയ്ക്ക് ഞാൻ പിങ്ക് പൂമാല എന്ന് വൈറ്റ് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടപ്പോൾ ശരിക്കും ഇതൊരു പൂമാല പോലെ തോന്നിയില്ല. പിന്നെ ഓർണമെൻറ്റ്സും വരച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിൽ വരച്ചു. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഷോള് പോലെയാണ് ഇട്ടേക്കിടുന്നത്, ഒരു മഞ്ഞ ഷോള്. അപ്പോൾ ജസ്റ്റ് വര എന്ന് മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ. മുടിയൊക്കെ ആദ്യം ബ്രൗൺ വരച്ചിട്ട് ഇത് ചെയ്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാണുന്ന ഒരു നീല കളർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ അപ്പയർ ചെയ്യുമ്പോൾ ഒരു ചുറ്റും ഒരു മഞ്ഞ ലൈറ്റില്ലേ, അതിങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ, ആ രീതിയിലാണിത് ഞാനത് ഇന്ന് ചെയ്തത്. പിന്നെ നമ്മുടെ ഗണപതി ഭഗവാനെ വരച്ചു. ആദ്യം നേരെ നോക്കുന്ന ഒരു ഗണപതി ഭഗവാനെയാണ് ഞാൻ വരച്ചത്. പക്ഷേ പിന്നെ അത് വരച്ച് വന്നപ്പോൾ സൈഡിലേക്കായി. അപ്പോൾ സോ ഐ തോട്ട് ഓക്കെ സൈഡാണെന്നുള്ളത് എന്നെനിക്ക് തോന്നി. സോ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം കളർ സ്വാച്ച് ചെയ്തിട്ട് പിന്നെ ഒരു സൈഡിലൊരു ഷോള് പോലെ, പിന്നെ ഒരു താഴെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനാണ്. ചെമ്പരത്തി പോലത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണല്ലോ ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തി പൂ പിടിച്ചിരിക്കുന്ന ഗണപതിയാണ്. പിന്നെ ആദ്യം കളർ സ്വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കളറൊക്കെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ ലൈൻ ഡ്രോ ചെയ്തത്. അതിനൊരു ഷെയ്ഡൊക്കെ കൊടുത്തു, ബാക്കിൽ ഒരു ഇത് കൊടുത്തു, ഹൈലൈറ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഇലസ്ട്രേഷൻ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഇലസ്ട്രേഷനാണ്, സിമ്പിൾ ഗണപതിയുടെ ഒരു ഇലസ്ട്രേഷൻ. അധികം ഇതൊന്നുമില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ മഞ്ഞിൽ അല്ലെങ്കിൽ മലയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഇഫക്റ്റാണ് ഞാൻ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മുരുകൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് പോലെ ഒരു ഇത് ചെയ്തതാണ്. അത് ജസ്റ്റ് ഒരു ഇതാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ വെയിലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഒരു ലൈൻ ഡ്രോ പോലത്തെ ഒരു വരയ്ക്കുക. ആൻഡ് ദിസ് ഈസ് ലൈക്ക് ബാക്ക് ഓഫ് മുരുകൻ വെയിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കിലേക്ക് ഇങ്ങനെ ബാക്കാണ് ഫുൾ കാണുന്നത്. ആൻഡ് സൈഡിൽ മയിൽ ഇരിക്കണമുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കളർ ടോൺ ഒരു മെറൂൺ കളർ ടോൺ കൊടുത്തു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട്. പിന്നെ അത് മാറി വന്നു. അതാണ് നിങ്ങളിത് കാണുന്നത് ഈ ഇലസ്ട്രേഷനിൽ. കുറേ ഷെയ്ഡുകൾ ഞാൻ കൊടുക്കാൻ നോക്കി. പല രീതിയിൽ ഞാൻ അതിനെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് ഈ നിങ്ങൾ കാണുന്ന ഷെയ്ഡിങ്ങൊക്കെ. അപ്പോൾ ആ കളർ ഷെയ്ഡ്സും ഈവൻ കളർ ടോൺസ് വ്യത്യാസം വന്നു തുടങ്ങി. നീല വന്നു തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി ഡാർക്ക് നീല നല്ലതാണല്ലോ എന്ന് തോന്നി ഞാൻ അത് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ സിലഹത്തും നടുക്കിലുള്ള വെയിലും ഒക്കെ അങ്ങനെ ഒരു പ്രഭാമണ്ഡലം പോലെയൊക്കെ വരയ്ക്കാൻ നോക്കി. പിന്നെ വന്ന ഐഡിയ ആണ് ഇത്. അപ്പോൾ ഈ ഒരു ഐഡിയയിലേക്ക് വരാൻ എത്ര ടൈം എടുത്തു ശരിക്കും പറയാൻ. അപ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് മുരുകൻ്റെയും മയിലിൻ്റെയും ആക്കി. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ അതിനെ ഷെയ്ഡ് ചെയ്ത് അതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ ഒരു ഫൈനൽ ഇലസ്ട്രേഷനിലേക്കാണ് ഇപ്പോൾ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ഇലസ്ട്രേഷൻ. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ആ വെയിൽ മാത്രം ഇങ്ങനെ പൊന്തി വന്നാൽ അതിങ്ങനെ യെല്ലോ കളറ് ഒരു ഡിഫറെൻറ്റ് ഒരു ടൈപ്പ് ഓഫ് ഇലസ്ട്രേഷനാണ് ഇത് പക്ഷേ ബാക്കാന്ന് മാത്രം. ഒരു കുട്ടി മുരുകനാണിത്, വെയിലും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ഇതാണ്. അപ്പോൾ ഇത് ആണ് ഇപ്പോൾ ഈ മുരുകൻ സീരീസ് ആയ കാരണം ഞാനൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. 12-ാം തീയതിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഡു രജിസ്റ്റർ, കോണ്ടാക്ട് മീ, നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വാട്സപ്പ് ചെയ്യാം. സോ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അത് രജിസ്റ്റർ ചെയ്തിട്ട് ദെൻ യു ക്യാൻ ജോയിൻ ഫോർ ദ കോഴ്സ്. അപ്പോൾ 12-ാം തീയതി ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.